കൂട്ടരെ തട്ടിമാറ്റി കളയണ്ടോ, അതൊന്നാണ് കണ്ടുനോക്കി. കുറച്ച് കാര്യങ്ങളുണ്ടേ. പശുവിനെ കൊന്നതിന് ജീവപര്യന്തം. പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം. വാസുദേവായോ. അല്ലെങ്കിലും അത് വേണം. ഗുജറാത്ത് സെഷൻസ് കോടതിയാണ് മൃഗസംരക്ഷണ ഭേദഗതി നിയമപ്രകാരം ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നല്ല കാര്യമല്ലേ? മൃഗങ്ങളെ അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ചരിത്രപരമായ ഒരു നേട്ടമാണ് നമ്മൾ ഈ വിധിയിലൂടെ കൈവരിച്ചിരിക്കുന്നത്. നാളെ അടുത്ത തലമുറയ്ക്ക് സന്തോഷത്തോടുകൂടി കൊട്ടിഘോഷിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നേട്ടം. ഇനി ഇതൊക്കെ എന്ത് ന്യായത്തിന് പുറത്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളുണ്ട്. ഈ മാസം തന്നെ വിധി വന്ന 2 കേസുകൾ വെറുതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കേസ് 2025 നവംബർ 11 നിതാരി സീരിയൽ കൊലപാതക പരമ്പരയിലെ അവസാനത്തെ കേസിൽ സുരേന്ദ്ര കോഹ്ലിയുടെ ശിക്ഷ റദ്ദാക്കി. 2006 15-കാരിയായ ദീപ ഹാൻഡറിന്റെ ബലാത്സംഗവും കൊലപാതകവും ഉൾപ്പെടുന്ന കേസിൽ വിധിക്കപ്പെട്ടിരുന്ന കോഹ്ലി ബിസിനസ്സുകാരൻ മോഹൻ സിംഗിന്റെ നോയിഡയിലെ വീട്ടിലെ വേലക്കാരനായിരുന്നു. വേലയ്ക്ക് നിന്ന വീടിന് പിന്നിലെ ഡ്രെയിനേജിൽ നിന്ന് 8 കുട്ടികളുടെ അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് നിതാരി ദുരന്തം ലോകമറിയുന്നത്. പിന്നീട് കൂടുതൽ അന്വേഷണത്തിന്റെ ഫലമായി വീണ്ടും പാവപ്പെട്ട കുട്ടികളുടെയും യുവതികളുടെ അവശിഷ്ടങ്ങൾ അവിടുന്ന് തന്നെ കണ്ടെടുത്തു. ഈ കേസിലാണ് കോടതി ശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. 13 കേസുകളിൽ പ്രതിയായിരുന്നു ഈ പറയുന്ന കോഹ്ലി. അതായത് നരഭോജിയും കൊലപാതകിയുമായ ഒരാളുടെ ശിക്ഷ കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇനിയുള്ള അടുത്ത കേസ് 2013 ബലാത്സംഗ കേസിൽ ആസാറാമിന് ഗുജറാത്ത് ഹൈക്കോടതി 6 മാസം താൽക്കാലിക ജാമ്യം നൽകിയിരിക്കുകയാണ്. 2025 നവംബർ 6 84-കാരനായ സ്വയംഭൂ ഗുരു ആസാറാമിന് ജോധ്പൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്ത ശിക്ഷ അനുവദിക്കുന്ന 2013 ബലാത്സംഗ കേസിൽ 6 മാസത്തെ താൽക്കാലിക ജാമ്യമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദ്രോഗം, വാർദ്ധക്യം തുടങ്ങിയ മെഡിക്കൽ കാരണങ്ങളാണ് ഇതിന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ചില്ലറ കേസുകളൊന്നും അല്ല ഉള്ളത്. 2018 ജോധ്പൂരില് ബാലിക ബലാത്സംഗവും 2023 ഗുജറാത്തിലെ മറ്റൊരു ആക്രമണവും ഒക്കെ ഇദ്ദേഹത്തിന്റെ പേരുകളിലുള്ള കേസുകളാണ്. ഇതിന് മറുപടി കോടതി പറഞ്ഞത് ആരോഗ്യ അവകാശം ഭരണഘടനാപരമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനത്തിനോട് ഭിന്നത കാണിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ആരോഗ്യ അവകാശം പോലെ തന്നെ ഉള്ള അവകാശമാണ് ഒരാൾക്ക് അയാളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതിനെതിരെ കോടതിക്കൊന്നും പറയാനില്ലേ? ഒരു മനുഷ്യനേക്കാളും വലുതല്ല പശുവെന്ന് ഏതൊരു രാജ്യത്ത് ചെന്ന് നിന്നാലും പറയാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. പക്ഷേ ഇതേ പശുവിനെ കുറിച്ച് പറയുന്നവര് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയച്ച് എക്സ്പോർട്ടിംഗ് രംഗത്ത് അവാർഡുകൾ വരെ കൈപ്പറ്റുന്ന വലിയ കമ്പനികളുള്ള രാജ്യമാണ്. ഈ പറയുന്ന കമ്പനികളുടെയൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഈ പശുവിനെ കൊല്ലുന്നതിന് എതിര് പറയുന്നവരും വരുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു വിരോധാഭാസം. കയറ്റി അയക്കാം, ലാഭമുണ്ടാക്കാം, പക്ഷേ അത് ഇവിടെ പാടില്ല. കാരണം ഞങ്ങൾക്ക് മനുഷ്യരെക്കാളും അവരുടെ അവകാശങ്ങളെക്കാളും വലുതാണ് മൃഗങ്ങളും മതവും. എന്താല്ലേ, പശുവിനെ കൊന്നവർക്ക് ജീവപര്യന്തം, മനുഷ്യരെ കൊന്നവർക്ക് ഒരു കുഴപ്പമല്ല. ഇതൊക്കെ കണ്ടല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗതികേടേ. എന്നിട്ടോ ഇതേ പശുവിനെ കൊല്ലാതെ ഇവിടുന്ന് കയറ്റിയേക്കാൻ പറ്റുമോ? ഇല്ല. അവര് കൊല്ലണ രീതി ഉണ്ട്. തലക്കടിച്ചിട്ടൊക്കെയാണ് മിഷ്യൻ കൊണ്ട് കൊല്ലണത്. എന്നിട്ട് അത് കയറ്റി അയച്ചിട്ട് അതുമ്മ ഹലാല് എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞങ്ങൾ പശുവിനെ കയറ്റി അയച്ച് അതിൽ വലിയ പൈസ ഉണ്ടാക്കണവരാണെന്ന് പറയാം. സത്യത്തിൽ എന്തിനാണ് ഈ പശുവിനെ കൊല്ലണവരെയും പശുവിനെ ഭക്ഷിക്കണവരെയും ഇത്ര ഇടങ്ങാറാക്കണമെന്നറിയോ? ഇവർക്ക് നിസ്സാര പണത്തിന് ഈ പശുവിനെ കിട്ടണം. എന്നിട്ട് അവരതിനെ കൊല്ലും, അവരതിനെ പാക്ക് ചെയ്യും, അവരത് കയറ്റി അയക്കും, അവരതിൽ പൈസ ഉണ്ടാക്കും. ദുരന്തമേ, നിന്റെ പേരോ ഇന്ത്യൻ ഭരണം. എന്താല്ലേ? ഒന്നുമില്ല, അനുഭവിച്ചോളിയും. വാപ്പ മരിച്ചാലാണല്ലോ വാപ്പല്ലാത്തിൻ്റെ ദുഃഖം ബുദ്ധിമുട്ടൊക്കെ നമ്മളറിയാം. ഏത് ശൈത്താനെ പിടിച്ചിട്ടാണെങ്കിലേ കോൺഗ്രസിനെ പുറത്താക്കണം കേട്ടോ. ആ ഭൂതത്തിനെ VP സിംഗിനെയും കൂട്ടിയിട്ട് ആ കോൺഗ്രസിനെ പുറത്താക്കിയിട്ട് ഒരു ദുരന്തം കൊണ്ടുവന്ന ഇടതുപക്ഷവും RSS BJP സംഘപരിവാറും അവരെ കൂട്ടാളികളും ഒക്കെ നാട് നന്നാക്കല്ലേ. നന്നാക്കട്ടെ, സപ്പോർട്ട് ചെയ്തോളി. അപ്പൊ എങ്ങനെ